നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ സഹിക്കാൻ പറ്റും? സ്റ്റാൻലിയുടെ പണം മൊത്തം ഒരു വഴിക്ക് ദൂർത്തടിച്ച് കളയുവല്ലേ അടുക്കളയില് പൗലോസ്. കാരണം വലിയ മീന്, അതും വില കൂടിയ മീന്, 1000-900 രൂപയുടെ മീൻ വാങ്ങിയിട്ട് അതിന്റെ തലയുടെ ഒരു ഭാഗം കുറെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. വാൽ കഷ്ണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നടുഭാഗം വെച്ച് കുറെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. അതിന്റെ ആ നടുക്കത്ത് കുറച്ച് മാത്രം എടുത്തിരിക്കുന്നേ. എന്നിട്ടോ അതവിടെ കൊണ്ടുപോയി മാറ്റിയിട്ടേക്കുക. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് സഹിച്ചില്ല. ഒടുവിൽ അലീന പറഞ്ഞു, പൗലോസേട്ടാ അത് എടുക്കാൻ പറഞ്ഞു. എന്തിന്? ഞാൻ എന്തിനാ അത് എടുക്കണമെന്ന് ചോദിച്ചു. പൗലോസേട്ടൻ അതെടുത്ത് വെക്കാൻ പറഞ്ഞു. ഒരു കറിക്കുള്ള മീനുണ്ടല്ലോ പൗലോസേട്ടാ, ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പൗലോസിന് ദേഷ്യമായിരുന്നു അലീനയോട്. നിന്നെ ഞാൻ കാണിച്ചു തരാന്നുള്ള രീതിയിലാണ് ആ മീൻ അവിടെ നിന്ന് വെട്ടിയത്. കാരണം കുറെ നീ പഠിപ്പിക്കാൻ വരുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ ഇങ്ങനെയായിരുന്നു എന്നുള്ള രീതിക്ക്. അപ്പോഴേക്കും അലീന പറഞ്ഞു, പൗലോസിനോട് പറയുന്ന പണി ചെയ്താൽ മതി. കാരണം അതൊക്കെ പൗലോസ് നേരെ സാവത്രിക്ക് കൊടുത്തു വിടാനാണ്. അതിന് വേണ്ടിയിട്ട് വേസ്റ്റാന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് തള്ളിയിട്ടിരിക്കുന്നേ. അത് സാവത്രി മുറ്റം തൂക്കാൻ വരുന്ന സമയത്ത് അത് സഞ്ചിക്കകത്തെടുത്തോണ്ട് പോയിക്ക് മാന്യമായിട്ട് കറി വെച്ചോളും. അത് അലീനയ്ക്ക് മനസ്സിലായ കാര്യമാ. അലീന എന്ത് ചെയ്തു? അലീന ഒന്ന് നോക്കി പൗലോസിനെ അതെടുത്ത് അവിടെ വെക്കാൻ പറഞ്ഞു. പക്ഷെ പൗലോസിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലത് അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും അലീന പറഞ്ഞു, പൗലോസേട്ടാ ഞാനൊരു കാര്യം പറയാം, ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് ചോദ്യം പറച്ചിലൊന്നും കൂടുതൽ വേണ്ട കേട്ടോ എന്നും പറഞ്ഞു അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോവാണ്. ആ കൃത്യ സമയം നോക്കി പൗലോസ് നേരെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് വന്നു. സ്റ്റാലിയുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ തല ചൊറിഞ്ഞ് നിൽക്കുമ്പോൾ സ്റ്റാലി ചോദിച്ചു, എന്താ പൗലോസേ, നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നല്ലോ? അത് പിന്നെ സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ കാര്യം എന്ന് വെച്ചാൽ പറയടാ. അല്ല, കുറേ വർഷങ്ങളായി ഞാൻ ഈ അടുക്കളയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ആരും അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കേണൽ സാബിന് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എടാ അതിനിപ്പം ഞാൻ എന്തേലും പറഞ്ഞോ നിന്നോട്? അതൊന്നുമല്ല. ദേ ഇപ്പോഴടുക്കളയിലാണ് എനിക്കൊരു പണിയും ചെയ്യാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസം വന്ന ആ കൊച്ചുണ്ടല്ലോ, അതെന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്നാ? ആരലീനയോ? അതെ, അടുക്കള കയറി ഞാൻ ഓരോ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് അത് അങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ല, ഇങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ല. ഞാൻ ഇത്രയും കാലം കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നേ. കേരള സഭന അറിയാലോ. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ പുഴു വരിച്ച പച്ചക്കറികൾ എടുക്കണം, മീനിൻ്റെ വാലയും തലയൊന്നും കളയാൻ പാടില്ല, അങ്ങനെ കുറേ നിബന്ധനകളാണ്. അതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ കേണൽ സാബേ? ആകെപ്പാടെ സ്റ്റാലിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി. ശേ, ഈ അലീന എന്താ ഇങ്ങനെ മനുഷ്യനെ നാണം കെടുത്താനാണല്ലോ അവളുടെ പുറപ്പാട്. ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊരു ചിന്ത സ്റ്റാലി പ്രത്യേകിച്ചുണ്ടാകുന്നുണ്ട്. കാരണം അവിടുത്തെ ജോലിക്കാരനാണ് വന്ന് പറയുന്നത്. ആ സമയം പൗലോസ് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊന്നും അല്ല സാറേ, ഈ പുഴു കഴിച്ചതൊന്നും ഞാൻ ആഹാരം ഒന്നും ഉണ്ടാക്കി വെച്ച് കഴിച്ചിട്ടില്ല. അല്ല, ആ കൊച്ചു ഇതിനു മുമ്പ് ഏതോ അനാഥാലയത്തിലാണ് നിന്നെ, അവിടെ ഇതൊക്കെ ഉപയോഗിക്കുമായിരുന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്താണെങ്കിലും മീനിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് ഉപയോഗിക്കാനുള്ളത്. അതൊക്കെ എടുത്ത് കറി വെക്കണം എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കേരള സാബിനോട് പറയാതെ ഞാനൊന്നും ചെയ്തിട്ടുമില്ല, ഇതൊന്നും പറയണമെന്ന് എനിക്ക് തോന്നി, അതാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സ്റ്റാലിന് പറഞ്ഞു, ശരി നീ പോയിക്കോ, ഞാൻ അവളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ അയാളും കൂടി പോയി. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും അലീനയെ വിളിച്ചു സ്റ്റാൻലി അലീനയെ വിളിച്ച് അലീനയും കൂടി ചെന്നിട്ട് ചോദിച്ചു, എന്താ അപ്പം എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. അല്ല, നീ എന്തിനാ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നേ? അടുക്കളയിലെ കാര്യങ്ങളോ? അതെ, നിനക്കിവിടെ എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അടുക്കള കയറിപ്പോയി ഭരിക്കേണ്ട കാര്യമുണ്ടോ? അതെന്ത് വർത്താനോ പപ്പ പറയണേ? ഇത് എൻ്റെ വീടും കൂടെ ആണെന്ന് പപ്പ എപ്പോഴും പറയാറില്ലേ? അപ്പം പിന്നെ അടുക്കള കാര്യങ്ങൾ ഞാൻ പോയി നോക്കിയാൽ എന്താ? അതെ, നീ ആ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് സമയത്തിന് വെച്ചുണ്ടാക്കി തരുന്നുണ്ടല്ലോ അവര്. പിന്നെ നിനക്ക് എന്തേലും പ്രത്യേകിച്ച് വേണേ പറഞ്ഞാൽ മതി, അത് പൗലോസ് ഉണ്ടാക്കി തന്നോളൂ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല പപ്പാന്ന് പറഞ്ഞു. അതെ, എങ്കിൽ പിന്നെ നീ അവിടേക്ക് പോകേണ്ട കാര്യമില്ല. പറഞ്ഞു കേട്ടല്ലോ, നീ എന്തിനാ വെറുതെ അവരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാനായിട്ട് അവിടേക്ക് പോകുന്നത്? നിനക്കറിയാലോ ഈ വീട്ടിൽ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പപ്പ എന്തറിഞ്ഞിട്ടാ ഇവിടെ അനാവശ്യമായിട്ട് ദൂർത്താ നടക്കണേ? 2 പേർക്ക് വെച്ചുണ്ടാക്കാനുള്ള 2 പേർക്ക് വെച്ചുണ്ടാക്കിയാൽ പോരെ? 4 പേർക്കുള്ളതാണെ അങ്ങനെ, അതിന് 10-20 പേർക്കുള്ള ഉണ്ടാക്കിയിട്ട് വെറുതെ ഫുഡ് വേസ്റ്റ് പാത്രത്തിൽ കൊണ്ട് തള്ളേണ്ട കാര്യമുണ്ടോ? ലീന, ഇത്ര നാള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരുന്നേ. അത് നിനക്കറിയത്തില്ലാത്തോണ്ടാ നീ ഇതിനകത്ത് കൂടുതൽ ഇടപെടണ്ട. പറഞ്ഞത് കേട്ടല്ലോ, ഇനിയിപ്പം ആ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോയാണ്ടല്ലോ
ഇത് പൗലോസ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പൗലോസിന് സന്തോഷമായി. ഓ അപ്പം രക്ഷപ്പെട്ടു, അവൾക്കിട്ട് 2 വഴക്ക് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ട് പൗലോസ് അങ്ങോട്ട് പോയി. പിന്നീട് സ്റ്റാലിനി പറഞ്ഞു, ഇനിയിപ്പം നീ അടുക്കളയിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊന്നും കൈ കടത്തണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, പപ്പ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ത്? അത് പിന്നെ ഇവിടെ ഞാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറും, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും. അല്ലേ പപ്പ എന്നെ പറഞ്ഞു കേട്ടോ, വണ്ടിക്കൂലിക്കുള്ള ക്യാഷ് തന്നാൽ മതി, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഈ ദൂരത്തും കാര്യങ്ങളൊന്നും ഞാൻ അനുവദിക്കില്ല. കാരണം ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പപ്പയുടെ പൈസയല്ലേ ഇത് വെറുതെ പോന്നേ, അങ്ങനെ വെറുതെ കളയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അലീന, എനിക്കിഷ്ടം പോലെ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നുള്ള നീ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആയിക്കോട്ടെ, പക്ഷെ അത് ഇങ്ങനെ വെറുതെ കളയേണ്ട കാര്യമില്ലെന്നാ ഞാൻ പറഞ്ഞേ. അപ്പോഴേക്കും അവധി കുടിച്ചാൻ അങ്ങോട്ട് വന്നു. അവധി കുടിച്ചാൻ വന്നിട്ട് പറഞ്ഞു, പോട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെ സമാധാനിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ അവധി കുടിച്ച സ്റ്റാലിനോട് പറഞ്ഞു, അതെ അവള് പറയുന്നതിലും ഇത്തിരി കാര്യമൊക്കെ ഉണ്ട് ലാലിച്ച. അവര് കാണിക്കുന്ന കണ്ണന്തിരു പരിപാടിക്ക് കാരണം അമ്മാതിരി പരിപാടികളെ കാണിക്കാൻ കൊള്ളാവോ? എൻ്റെ അപ്പച്ചനും കൂടെ അവൾക്ക് സപ്പോർട്ട് നിൽക്കണം. ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവുള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ തന്നെ അവൾ ഓരോന്ന് അടുക്കള കയറി ചെയ്തിട്ട് ഇപ്പം മനുഷ്യന് നാണക്കേടാ. ആ ജോലിക്കാർ ഓരോന്നൊക്കെ പറയുമ്പോൾ ആകെപ്പാടെ നാണക്കേട് തോന്നുക. ദേ നീ കൂടുതൽ അവരെയും കൂടെ പുകഴ്ത്തി പറയുമൊന്നും വേണ്ട, അവളൊന്നും കാണാതൊന്നും പറയില്ല എന്ന് പറഞ്ഞു. ഓ ഇപ്പം അപ്പച്ചനും അവൾ ഒരു കക്ഷിയായല്ലേ? എടാ കക്ഷിയുടെ ഒന്നും അല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. പക്ഷെ അലീനയ്ക്ക് അങ്ങനെ അവിടെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പൗലോസ് അടുക്കളയിലേക്ക് ചെന്നു. എന്നിട്ട് ബൈജുനോട് പറഞ്ഞു, അവൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരട്ടെ, അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, കാണിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ടാ പറയണേ. ഇനി അവള് ഇവിടെ ഒന്ന് ഓരോന്ന് ചൊറിയാൻ വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ തെറ്റിപ്പോയി പൗലോസിന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുറ്റമൊക്കെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കി പെരയൊക്കെ തുടയ്ക്കാനുള്ള സാവിത്രി വന്ന് പെരയെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് പോവാൻ തുടങ്ങുകയാണ്. അപ്പം എന്നും പോകുന്ന സമയത്ത് അവരുടെ സഞ്ചി നിറച്ചും കുറേ പച്ചക്കറിയും അവിടത്തെ ചോറും കറികളും എല്ലാം കാണും. അപ്പം അതേപോലെ തന്നെ ആ കുറേ പച്ചക്കറികളൊക്കെ അതിനകത്തെടുത്തിട്ട് പൗലോസ്. പിന്നെ അത് മാത്രമല്ല, പകല് വെട്ടിയ മീനിൻ്റെ ആ ഭാഗങ്ങൾ തലേന്നും പറഞ്ഞുകൊണ്ട് ഉടലിൻ്റെ കുറേ ഭാഗങ്ങൾ ആ കൂടെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാൽഭാഗത്തിൻ്റെ അവിടെ അതെല്ലാം കൂടെ അവൾ എടുത്ത് ഇങ്ങനെ കവറിനകത്തേക്ക് വെച്ചു. അപ്പോഴാണ് അലീനയുടെ വരവ് അങ്ങോട്ട്. അലീന ഇത് കണ്ടു. പെട്ടെന്ന് അലീന പറഞ്ഞു, ചേച്ചി ആ കവർ അവിടെ വെക്കാൻ പറഞ്ഞു. ഒരു നിമിഷം സാവിത്രി ഇങ്ങനെ നോക്കി. പൗലോസ് പറഞ്ഞു, അതിവിടെ കേടുവന്ന സാധനങ്ങളൊക്കെയാ. ആയിക്കോട്ടെ, ചേച്ചി ഇത് ആടിനും അതുപോലെ തന്നെ പട്ടിക്കും ഒക്കെ കൊണ്ടു കൊടുക്കാൻ പോകുന്നല്ലേ, ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അല്ല കുഞ്ഞെ, ഇത് പിന്നെ കൊള്ളത്തില്ലാത്തതായതുകൊണ്ട് ദേ ചേച്ചിയുടെ ആടിന് ഇത്ര നല്ല പച്ചക്കറിയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ പട്ടിക്ക് കൊടുക്കാനായിട്ട് ദേ ഈ മീനിൻ്റെ ഈ പീസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ചേച്ചി ഇതുകൊണ്ട് പട്ടിക്ക് കൊടുക്കുന്നുണ്ടല്ലേ? സാരമില്ല, ഞാനിതിവിടെ കറി വെച്ചോളാന്ന് പറഞ്ഞു. ചേച്ചി അത് അങ്ങോട്ട് അടുത്ത് മാറ്റി വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഒരു നിമിഷം പൗലോസ് അന്തം വിട്ട് ഞെട്ടി നിൽക്കുകയാണ്. പൗലോസിനോട് അലീന പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറഞ്ഞ ചേട്ടാ ആ കവർ അങ്ങോട്ട് വാങ്ങി വെക്കാൻ പറഞ്ഞു. അതേ കുഞ്ഞെ, ഞാൻ ഈ പണി തുടങ്ങിട്ട് കുറേ നാളായതാ, എന്നെ കൂടുതൽ ഭരിക്കാൻ വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ചേട്ടനോട് പറഞ്ഞ് അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പൗലോസ് സമ്മതിച്ചില്ല. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തുടരുന്നുണ്ടെങ്കിൽ ചേട്ടൻ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതിയാവുള്ളൂ, വാങ്ങിച്ച് വെക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പൗലോസ് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഇവിടെ ചേട്ടൻ പണിയണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ വിചാരം എന്താ? ചേട്ടൻ ഇല്ലെങ്കിൽ ഈ അടുക്കള മുന്നോട്ട് പോവില്ലെന്നോ? ഇത്രയും പേർക്കൊക്കെ വെച്ച് വിളമ്പാനൊക്കെ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞു. ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് വെച്ച് വിളമ്പിക്കൊണ്ടിരുന്ന, അതുകൊണ്ട് ചേട്ടൻ്റെ കൂടുതൽ പേടിപ്പേരൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടതും പൗലോസ് വെട്ടിത്തിരിഞ്ഞൊരു പോക്കായിരുന്നു. പൗലോസിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ടുണ്ടെ കളം പന്തിയാവില്ലെന്ന്. പെട്ടെന്ന് തന്നെ സാവിത്രി എന്ത് ചെയ്തു, അതെല്ലാം അവിടെ കവറിനകത്തെല്ലാം എടുത്തു വെച്ചു. അലീനെ നോക്കിയപ്പോൾ നല്ല പച്ചക്കറി സാധനങ്ങളൊക്കെ ചുമ്മാ അല്ല, അങ്ങനെ കൊടുക്കുന്നതിനൊന്നും അലീനയ്ക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഇവർ കള്ളത്തരം കാണിച്ച് ചീത്തയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തു വിടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. എല്ലാത്തിനും ഒരു കണക്കുകളും കാര്യങ്ങളൊക്കെ വേണ്ടേ? അത് അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത് അവരെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു കളിയായിരുന്നു. അങ്ങനെ സാവിത്രി ആകെ പാടെ ഞെട്ടിത്തെരിച്ചിരിക്കുമ്പോൾ വിനോദും കൂടെ അങ്ങോട്ട് വന്നു. വിനോദിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൗലോസ് നേരെ സ്റ്റാൻലിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ 2 ദിവസത്തിന് വീട്ടിൽ പോവാം, പിന്നെ വരാമെന്ന് പറഞ്ഞു. എന്താടാ പൗലോസേ? ഞാൻ പോയിട്ട് വരാം, നീ പോയിട്ട് വരുമല്ലോ അല്ലേ? വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീനയ്ക്ക് പണി കൊടുക്കാമെന്ന് കരുതിയിട്ടാ പൗലോസ് ചെയ്തേ. പക്ഷെ അലീനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഭാവിച്ചിട്ടൊന്നുമില്ല. അലീനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. അലീനെ വെറുതെ ഇരിക്കാനും പോകുന്നില്ല. അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ.
ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.